കെമി മാസ്റ്ററിന്റെ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഒരു പുതിയൊരു ഇൻഫർമേഷൻ, അതായത് നമുക്കറിയാം ഈ കോവിഡ് കാലത്ത് ടീച്ചേഴ്സ് വളരെയധികം പ്രയാസപ്പെടുകയാണ്. ഓൺലൈൻ ടീച്ചിങ്ങിന് വേണ്ടി നമുക്കറിയാം ഒരാൾക്കാരും സൂം മീറ്റിംഗിലും അതേപോലെ ഗൂഗിൾ മീറ്റിംഗിലും അതേപോലെ വാട്സപ്പിലുമാണ് ക്ലാസ് എടുക്കുന്നത്. എന്നാൽ ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് പുതിയ ഒരു ആപ്പിനെ കുറിച്ചാണ്, അതായത് ടീച്ച്മിന്റ് ആപ്പ്. അത് നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കാനുള്ള ഫുള്ളായിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കാണുകയാണെങ്കിൽ ടീച്ചേഴ്സിന് ഈ ആപ്പ് എങ്ങനെ വളരെ ഈസിയായി ഉപയോഗിക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ആപ്പ് എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാകും. ഈ ആപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഗൂഗിൾ മീറ്റില് അല്ലെങ്കിൽ വാട്സാപ്പിൽ ക്ലാസ് എടുക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിന്റെ അറ്റൻഡൻസ് പലപ്പോഴും പല വിദ്യാർത്ഥികളും അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തു പോകും. അത് നമുക്ക് നോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇത് നമുക്ക് ഒരു ക്ലാസ് റൂമിൽ എങ്ങനെയാണോ നമ്മൾ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും. അതേപോലെ ഡാറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലേക്ക് എല്ലാ തരത്തിലുള്ള ഡാറ്റാസും വന്ന് കുഞ്ഞു കൂടുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അങ്ങനെയുള്ള കുറെ ആപ്ലിക്കേഷൻസ് ആണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഒരു ക്ലാസ് റൂമിൽ എന്താണോ നമ്മൾ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ നമുക്ക് ഈ ആപ്പിലൂടെ കുട്ടികളെ ടീച്ച് ചെയ്യാൻ പറ്റും. അതേപോലെ വിദ്യാർത്ഥികൾക്കും എന്താണ് ഈ ആപ്പിലൂടെ സ്റ്റഡി മെറ്റീരിയൽ ആയാലും എല്ലാം വളരെ പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അസൈൻമെന്റ് ആപ്പിലൂടെ അപ്ലോഡ് ചെയ്യാം. ടെസ്റ്റ്, അതായത് നമുക്ക് എക്സാം MCQ ടെസ്റ്റ് നടത്താം, ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് നടത്താം. ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ ഒരു ആപ്പ് ഉപയോഗിച്ച് തന്നെ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതേപോലെ അതിന്റെ വാല്യുവേഷൻ, അതിന്റെ ഫീഡ്ബാക്ക്, ഇതൊക്കെ നമുക്ക് സ്റ്റുഡൻസിനെ കൊടുക്കാൻ പറ്റും. ഇതാണ് ഈ ആപ്പിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ആപ്പിന്റെ ടോട്ടൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിൽ സൈൻ ഇൻ ചെയ്യേണ്ടത്, ഇത് എങ്ങനെയാണ് ഒരു ലൈവ് ക്ലാസ് എടുക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്ലേ സ്റ്റോറിൽ നിന്നും നമ്മൾ ടീച്ച്മെന്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫസ്റ്റ് ചെയ്യേണ്ടത്, ടീച്ചേഴ്സ് സൈൻ ഇൻ ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ജോയിൻ ആസ് ടീച്ചറാണ്. സ്റ്റുഡൻ്റ് ആണെങ്കിൽ ജോയിൻ ആസ് സ്റ്റുഡൻ്റ് എന്ന് കൊടുക്കുക. അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്താൽ നമ്മൾ ഫസ്റ്റ് സ്ക്രീനിൽ കാണുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് ഓൾറെഡി നിങ്ങൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേരിലുള്ള ക്ലാസ് റൂം കാണാം. അതല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂയർ ടൈം ടേബിൾ, കംപ്ലീറ്റ് ടൈം ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ നിങ്ങൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്കിവിടെ ക്രിയേറ്റ് ക്ലാസ് റൂം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അപ്പോൾ നമ്മൾ ഈ ക്രിയേറ്റ് ക്ലാസ് റൂമിൽ പോയി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടേതായ ഒരു പേരിൽ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ക്ലാസ് റൂം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമ്മൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നിങ്ങൾ കാണുന്ന ക്രിയേറ്റ് ക്ലാസ് റൂം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് റൂമിൻ്റെ പേര് അതേപോലെയുള്ള കാര്യങ്ങൾ എങ്ങനെ സെറ്റ് ചെയ്യും എന്ന് നോക്കാം. ഇവിടെ നമ്മൾ കാണുന്ന ക്രിയേറ്റ് ക്ലാസ് റൂം ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാം എൻ്റർ ദ ക്ലാസ് റൂം നെയിം. അവിടെ നമ്മൾ +2 അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമുള്ള ക്ലാസ് റൂമിൻ്റെ പേര് കൊടുക്കാം. അതേപോലെ എൻ്റർ ദ സബ്ജക്റ്റ് എന്നുള്ളിടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലാസ് റൂം, അതായത് +2 എന്ന് കൊടുത്തിട്ടുള്ള ക്ലാസ് റൂം നിങ്ങളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ സബ്ജക്റ്റ് മാത്സ് ആണെങ്കിൽ മാത്സ്, നിങ്ങളുടെ ഏതാണോ സബ്ജക്റ്റ് അതിവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് സ്ക്രീൻ, അതേപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ് റൂമിൻ്റെ ID ഇവിടെ നിങ്ങൾ കാണുന്നുണ്ട്. ഈ ID നിങ്ങൾ ഇൻവൈറ്റ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനും കാണാം. ആ ഇൻവൈറ്റ് സ്റ്റുഡൻറ്റ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്യാം. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയും. സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ടത്, ഈ IDയിലൂടെ ജോയിൻ ആസ് സ്റ്റുഡൻറ്റ് എന്ന രീതിയിൽ സൈൻ ഇൻ ചെയ്യുക ആപ്പിലേക്ക്. ജോയിൻ ആസ് ടീച്ചർ അല്ല, ജോയിൻ ആസ് സ്റ്റുഡൻറ്റ് എന്ന രീതിയിലാണ് സ്റ്റുഡൻറ്റ് എൻറോൾ ചെയ്യേണ്ടത്. സൈൻ ഇൻ ചെയ്യുമ്പോൾ സ്റ്റുഡൻറ്റ് ജോയിൻ ആസ് സ്റ്റുഡൻറ്റ് എന്ന് തന്നെ കൊടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ടീച്ചറുടെ ക്ലാസ് റൂം ID ലഭിച്ച സ്റ്റുഡൻസ് ക്ലാസ് റൂമിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ ടീച്ചറിൻ്റെ
ബെൽ ഐക്കണിൽ കാണാൻ കഴിയും. ഈ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ജോയിൻ റിക്വസ്റ്റുകൾ പരിശോധിക്കാം. ഈ കാണുന്നതാണ് ജോയിൻ റിക്വസ്റ്റ്. ഇത് നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസിനെ ആക്സെപ്റ്റ് ചെയ്യാം. ടീച്ചേഴ്സ് ക്ലാസ് തുടങ്ങുമ്പോൾ എല്ലാ സമയത്തും ഗൂഗിൾ മീറ്റിലെ പോലെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതില്ല. ഒരു പ്രാവശ്യം ഈ ആപ്പിൽ ഒരു സ്റ്റുഡൻറ്റ് എൻറോൾ ചെയ്താൽ ടീച്ചർ ഡിലീറ്റ് ചെയ്യുന്നത് വരെ അതല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നത് വരെ സ്റ്റുഡൻസ് നിങ്ങളുടെ ക്ലാസ് റൂമിൽ തന്നെ ഉണ്ടായിരിക്കും. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് റൂമിൽ കാണുന്ന നിങ്ങൾക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യാം. അതേപോലെ ടീച്ചറിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് സെറ്റ് ചെയ്യാം. ക്ലാസ് റൂമിനെ കുറിച്ച് ഉള്ള ഡിസ്കഷൻസ് എന്തൊക്കെയാണെന്ന് സെറ്റ് ചെയ്യാം. അതേപോലെ ഫീസ്, ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. അതേപോലെ ടീച്ചറിന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഗോ ലൈവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ ഗോ ലൈവ് എന്ന് പറയുന്ന ഓപ്ഷനിലൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റുഡൻസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും സ്റ്റുഡൻസിന് ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര എൻറോൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ റെക്കോർഡിങ്സ്, അതായത് നിങ്ങളുടെ ക്ലാസ് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിങ്സ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്താൽ അത് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, നോട്ടീസ് ബോർഡ് ഉണ്ട്, അസൈൻമെൻറ്റ്, അതേപോലെ സ്റ്റഡി മെറ്റീരിയൽ. സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് PDF ഫയൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇമേജ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ YouTube വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങളുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇനി നമുക്ക് നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിന്നും എങ്ങനെ ഒരു ലൈവ് ക്ലാസ് ടീച്ച്മെൻറ്റിലൂടെ നടത്താമെന്ന് നോക്കാം. നിങ്ങളുടെ ക്ലാസ് റൂം ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ +2 ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഗോ ലൈവ് എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ് റൂമിലേക്ക് പ്രവേശിക്കാം. അവിടെ വീഡിയോ ഓൺ ആകുന്നു. അതേപോലെ സ്ക്രീനിൽ പോർട്രേറ്റ് അതേപോലെ ലാൻഡ്സ്കേപ്പ് എന്നുള്ള 2 ഓപ്ഷൻ കാണാം. അതിൽ ബെറ്റർ നമുക്ക് ലാൻഡ്സ്കേപ്പ് മോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ലാൻഡ്സ്കേപ്പ് മോഡിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ കഴിയും. നമ്മൾ വീഡിയോ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നമ്മളെ കാണാൻ കഴിയും. ഇനി ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഓഫാക്കി വെക്കാം. അതേപോലെ വിദ്യാർത്ഥികളെ നമുക്ക് സൈഡിൽ നമുക്ക് വിദ്യാർത്ഥികളെ കാണാം. വിദ്യാർത്ഥികളുടെ വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികളെ കാണാൻ കഴിയും. അതേപോലെ നമുക്ക് ഇത് ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കുക എന്നാണ് നോക്കുന്നത്. ക്ലാസ്സിൽ എങ്ങനെ എഴുതി കാണിക്കാം, അതേപോലെയുള്ള പിക്ചർ ഇമേജസ് നമുക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് നോക്കാം. എങ്ങനെയാണ് നമ്മൾ വൈറ്റ് ബോർഡ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഷെയർ വൈറ്റ് ബോർഡ് കാണാം. ഈ വൈറ്റ് ബോർഡിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ബോർഡിൽ നമുക്ക് ഇഷ്ടമുള്ള എന്താണോ നമ്മൾ എഴുതി കാണിക്കുന്നത് നമ്മൾ വിരൽ ഉപയോഗിച്ച് നമുക്ക് എഴുതാം. അതല്ലെങ്കിൽ മൊബൈൽ സ്റ്റിക്ക് നമുക്ക് ലഭിക്കും. 100 രൂപ എറൗണ്ട് വരുന്ന സ്റ്റിക്ക് നമുക്ക് ലഭിക്കും. അതിൽ നമുക്ക് എഴുതി കാണിക്കാൻ പറ്റും. അതേപോലെ പെന്ന് ഓപ്ഷൻ കാണാം. അതേപോലെ ഹൈലൈറ്റ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ ഓപ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. ഇനി എറേസ് ചെയ്യണമെങ്കിൽ എറേസർ ഇവിടെ കാണാം, അതുകൊണ്ട് എറേസ് ചെയ്ത് കാണിക്കാം. ടെക്സ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റിൽ ടൈപ്പ് ചെയ്ത് കാണിക്കാം. ടെക്സ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ടൈപ്പ് ചെയ്ത് കാണിക്കാം. അതേപോലെ നമുക്ക് ഈ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റിനെ ഹൈലൈറ്റ് ചെയ്യാം യൂസിങ് ഹൈലൈറ്റ് ഓപ്ഷൻസ്. അപ്പോൾ ഇങ്ങനെ അതിനെ എറേസ് ചെയ്യണമെങ്കിൽ നമുക്ക് എറേസർ ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ കളർ മാറ്റാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇവിടെ ഡിഫറെൻറ്റ് കളറുള്ള ലൈൻസ് വരയ്ക്കാം. അപ്പോൾ ലൈൻസ് ആണെങ്കിൽ നമുക്കിവിടെ ഓപ്റ്റ് ചെയ്യാം. ലൈൻസ് ഡിഫറെൻറ്റ് ഷേപ്പ് അതേപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഷേപ്പ് ഇവിടെ നമുക്ക് റെക്റ്റാങ്കുലർ ഷേപ്പ്, സർക്കിൾ, ഇങ്ങനെ ഡിഫറെൻറ്റ് ഷേപ്പുകൾ കാണാം. അത് നമുക്ക് വരച്ച് ഇതുപോലെ നമുക്ക് കാണിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് അതൊക്കെ എറേസ് ചെയ്യാനും കഴിയും. അതേപോലെ മറ്റൊന്ന് എന്ന് പറയുന്നത് പേജസ് ആണ്. ഒരേ സമയം തന്നെ നമുക്ക് ഡിഫറെൻറ്റ് പേജസ് അപ് ടു 12 പേജസ് നമുക്ക് സേവ് ചെയ്യാം. അതായത് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് ആരോ മാർക്ക് കാണാം. ഒരു പേജ് കഴിഞ്ഞാൽ അടുത്ത ആരോ മാർക്ക് ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് അടുത്ത പേജിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ 12 പേജസ് നമുക്ക് ഇപ്പോൾ 3 പേജസ് ആയി. അതേപോലെ നമുക്ക് 12 പേജസോളം
ഒരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എഴുതി കാണിച്ചുകൊണ്ട് ക്ലാസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ 12 പേജസിനെ നമുക്ക് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം, സേവ് എന്നുള്ള ഓപ്ഷൻ. മോറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സേവ് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റഡി മെറ്റീരിയലിലേക്ക് ഇത് നിങ്ങളുടെ നോട്ട്സ് എഴുതിയിരിക്കുന്ന നോട്ട്സ് അപ്ലോഡ് ആകുന്നു. അപ്പോൾ കുട്ടികൾക്ക് സ്റ്റഡി മെറ്റീരിയൽസിൽ നിന്ന് നിങ്ങൾ നോട്ട്സ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ക്ലാസ് നോട്ട്സ് ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആവുന്നു. അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി സ്റ്റുഡൻസിന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതാണ്. ഇനി നമുക്ക് ഓൾറെഡി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ് കുട്ടികൾക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഇവിടെ ഷെയർ ഓപ്ഷനിൽ പോയിട്ട് ഷെയർ ഇമേജ് കാണാം. അതിൽ നമ്മൾ ഓൾറെഡി ഫയൽ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്നത് പോലെ നമ്മളെടുത്ത് ഇവിടേക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഫോൾഡറിൽ നിന്ന് നമുക്ക് ഷെയർ ഇമേജ് കൊടുത്തിട്ട് നമുക്ക് എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഫയൽ ഇവിടെ എടുത്തു കൊണ്ടുവന്ന് നമുക്ക് ബോർഡിൽ പ്രദർശിപ്പിച്ച് നമുക്കത് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഹൈലൈറ്റ് ഓപ്ഷനിൽ കളർ ഉപയോഗിച്ച് ഡിഫറെൻറ്റ് കളർ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കാൻ സാധിക്കും. അപ്പോൾ അത് കുട്ടികൾക്ക് വളരെ വ്യക്തമായിട്ട് നമ്മൾ തിയറി നോട്ട്സ് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ എഴുതി കാണിക്കുന്നത് പോലെ ബോർഡിൽ ചെയ്യുന്നത് പോലെ ഇമേജസ് ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് നോട്ട്സൊക്കെ നമ്മൾ ഓൾറെഡി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ സമയം ലാഭിച്ചുകൊണ്ട് ക്ലാസ് എടുത്ത് പോകാൻ കഴിയും. ഇനി നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ മോർ ഓപ്ഷനിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ ഓട്ടോമാറ്റിക്കലി ഇത് അപ്ലോഡ് ആകുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അവിടെ പോയി സ്റ്റഡി മെറ്റീരിയലിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി സ്റ്റുഡൻസിന് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. ഇനി നമ്മൾ ഒരു ഇവിടെ എഴുതി കാണിക്കാനും കഴിയും. നമുക്ക് നമുക്ക് ഇവിടെ കാണുന്നത് പോലെ എന്താണോ നമ്മൾ ഇമേജസിൻ്റെ സൈഡിൽ നമുക്ക് എഴുതി കാണിക്കാൻ കഴിയും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അതേപോലെ തന്നെ നമുക്ക് PDF ആണ് ഷെയർ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഷെയറിൽ പോയിട്ട് PDF കാണാം. ഷെയർ PDF നമുക്ക് ഫയലിൽ ഫോൾഡറിൽ നമുക്ക് പോയിട്ട് PDF നമുക്ക് എവിടെയാണോ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഫോൾഡറിലേക്ക് നമ്മൾ പോവുകയും അതിൽ നിന്ന് നമുക്ക് PDF ഫയൽ കൊണ്ടുവന്ന് നമുക്ക് സ്റ്റുഡൻസിന് ഷെയർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് സ്ക്രീൻ അവൈലബിൾ ആണ്. അത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് ഉപയോഗപ്പെടുത്താനുള്ളത്, അതല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുക. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവ് ക്ലാസ് റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇവിടെ കാണുന്ന ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേപോലെ കാണാൻ കഴിയും. ഈ ഓപ്ഷൻസിൽ നമുക്ക് കാണാം ക്ലാസ് റെക്കോർഡിംഗ് ആണ്. ഇത് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ ഇത് ക്ലാസ് റെക്കോർഡാകുന്നു ഓട്ടോമാറ്റിക്കലി. എന്നിട്ട് നമുക്ക് ഈ ക്ലാസ്സിൻ്റെ റെക്കോർഡഡ് വീഡിയോ നമുക്ക് റെക്കോർഡിങ്സിൽ പോയി കഴിഞ്ഞാൽ അല്പസമയത്തിനകം തന്നെ കാണാൻ കഴിയും. അതേപോലെ തന്നെ മറ്റുള്ള ഓപ്ഷൻസും സ്റ്റുഡൻസിന് ചാറ്റ് ചെയ്യാൻ പറ്റും നമ്മോട്, അതേപോലെ സ്റ്റുഡൻസിന് സംസാരിക്കാൻ കഴിയും. ഇതൊക്കെയാണ് ഇതിൻ്റെ മറ്റു ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അസൈൻമെൻറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ക്രിയേറ്റ് അസൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ടോപ്പിക് നെയിം കൊടുക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷൻസ് കൊടുക്കാം, സബ്മിഷൻ ഡേറ്റ് കൊടുക്കാം, സബ്മിഷൻ ടൈം കൊടുക്കാം, മാക്സിമം മാർക്ക് കൊടുക്കാം. ആഡ് അറ്റാച്ച്മെൻറ്റ് ക്ലിക്ക് ചെയ്താൽ കാണുന്നത് പോലെ ഇമേജസ്, ഡോക്യുമെൻറ്റ്സ്, ക്യാമറ ഇതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് അസൈൻമെൻറ്റിന് വേണ്ട ടോപ്പിക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതേപോലെ തന്നെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യാൻ നോക്കാം. ടെസ്റ്റ് ക്രിയേറ്റ് ആണ്. അത് ക്രിയേറ്റ് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് MCQ കാണാം, മൾട്ടിപ്പിൾ ചോയ്സ്, അതേപോലെ സബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ, ടോപ്പിക് നെയിം കൊടുക്കുന്നു, അതേപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കുന്നു. അതേപോലെ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം ടെസ്റ്റിൻ്റെ, അതേപോലെ ടെസ്റ്റ് ഡേറ്റ് സെലക്ട് ചെയ്യാം, അതേപോലെ എപ്പോഴാണ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം നമുക്ക് സെലക്ട് ചെയ്യാം, അതേപോലെ ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ എത്ര മിനിറ്റാണ് ടെസ്റ്റ് നമുക്ക് ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, അതേപോലെ ഓരോ ക്വസ്റ്റ്യൻ്റെയും മാർക്ക്, അതേപോലെ നമുക്ക് ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ അറ്റാച്ച്മെൻറ്റിൽ പോയിട്ട്, അതായത് നമുക്ക്
MCQ ആണെങ്കിൽ MCQ, അതല്ലെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ അറ്റാച്ച്മെൻറ്റ് പോയിട്ട് ഇമേജ് PDF ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സെലക്ട് ചെയ്യാം ക്വസ്റ്റ്യൻ പേപ്പർ. അതിനുശേഷം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ റെഡിയാകും. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ടൈം ആകുമ്പോൾ നമുക്ക് ടൈം ലിമിറ്റ് ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി സ്റ്റുഡൻസിന് നോട്ടിഫിക്കേഷൻ പോകും ടെസ്റ്റിൻ്റെ. ഇത്രയുമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ നമുക്ക് ഈ ടെസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാനും കഴിയും, അതിനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അതേപോലെ സ്റ്റുഡൻസിന് ഫീഡ്ബാക്കും ഇതിൻ്റെ കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ അറ്റൻഡൻസ് ടീച്ചേഴ്സിന് വളരെ കൃത്യമായിട്ട് പെർസെൻറ്റേജ് വൈസ് കാണാൻ പറ്റും. ആരൊക്കെ ആബ്സെൻ്റ് ആണ് എന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അതേപോലെ ആരൊക്കെയാണ് ഇടയിൽ നിന്ന് സ്കിപ്പ് ചെയ്തത് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെക്കോർഡിങ്സിൽ പോയാൽ റെക്കോർഡിങ്സ് കാണാൻ കഴിയും. ഇത് മറ്റുള്ള സ്റ്റുഡൻസിന് വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാം, വാട്സപ്പിലൂടെ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ടീച്ചേഴ്സിന് സ്റ്റുഡൻസുമായിട്ട് ചാറ്റ് ചെയ്യാൻ കഴിയും. നോട്ടീസ് ബോർഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നോട്ടീസ് ബോർഡ് വഴി നമുക്ക് അനൗൺസ്മെൻറ്റുകൾ നടത്താൻ കഴിയും.